ഹലോ ഗായ്സ്, ബബിൾ ബാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്താണ് നമ്മളെ പുതിയ വീഡിയോ ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ പുതിയ പെരൻ്റെ ഇത് കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു കൊടുക്കേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്. ഇതിലാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. പുതിയ പേര് സിമന്റ് അടുക്കുണ്ട്. സിമന്റ് അടിച്ചു. സിമന്റ് അടിച്ചിട്ട് അവരെ സിമന്റ് അടിച്ചിട്ട് പോയി പണിക്കാട്. രാവിലെ പോയി. ഇത് അമ്മ പേരല്ല, ഇത് മാങ്ങ എടുക്കുന്നവരുടെ പേര്. മാങ്ങ എടുക്കുന്നവരെ അങ്ങനെ മാങ്ങ എടുക്കൂലേ, അതിന്റെ പേരാ. പെരൻ്റെ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ പണ്ടത്തെ കാലത്തെ പെരയൊന്നുമല്ല. അപ്പോൾ അന്ന് എന്താ പറയുക, മഴ ഇതൊക്കെ വന്നുകൊണ്ട് പണ്ടത്തെ വാർപ്പൊക്കെ, അതായത് കമ്പിയൊന്നും ഇടാത്ത വാർപ്പായിരുന്നു. അപ്പോൾ മഴയൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടേ തൊടുമ്പോൾ ഇങ്ങനെ ഷോക്ക് അടിക്കും. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് മാത്രം പൊളിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാക്കിയതാണ്. പക്ഷേ JCB ആണ് കൊടുന്ന് പൊളിച്ചപ്പോൾ പെര മൊത്തത്തിൽ പൊളിഞ്ഞാടി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായതാണ് എന്ത്, കോട്ടേഴ്സൊക്കെ മാറിയിട്ട് പെരപ്പണി പെരപ്പണി ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് ഇത് വരുന്നത്. നമ്മൾ വന്നത് ഇതാണ് ജംഗ്ഷൻ അല്ലെങ്കിൽ വളവിന്ന് ഇങ്ങനെ നേരെ പോയാലാണ് എൻ്റെ വീട് വരുന്നത്. ഇവിടെ തന്നെയാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു അമ്മോനും പിന്നെ 2 കുഞ്ഞാമാരും ഇവിടെ തന്നെ കേട്ടോ. ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു വളപ്പ് ഞങ്ങൾ പറയല്. എന്താ പറയുക, 4 പേരാൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം. ഞങ്ങളൊരു എന്താ പറയുക, ഒരു ചെറിയ കോളനി പോലെ. കാരണം അപ്പുറം ഇപ്പുറമൊന്നും വീടുകളില്ല, ബാക്കിലൊക്കെ തൊടുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞാമ്മൻ്റെ പേര. ഇവിടെ ഇപ്പോൾ ആരുമില്ല. കുഞ്ഞാമ്മ ടീച്ചറാണ്, അങ്കലവാടി പോയിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് ഇതാട്ടോ എൻ്റെ വീട് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വാർപ്പാണ് കേട്ടോ, 2 റൂമിൻ്റെ. അതാണ് ഒരു കുഞ്ഞാമ്മേൻ്റെ വര. അവിടെ ഉണ്ട് ബാക്കിൽ, അതാണ് ഒരു അമ്മേൻ്റെ വര. ഇത് മറ്റേ കുഞ്ഞാമ്മ. ഇങ്ങനെ 4 പേരാണ്. ഇതാണ് എന്താ പറയുക, സിറ്റ് ഔട്ട്. ഇങ്ങനെ കയറും നമ്മൾ. സിറ്റ് ഔട്ട് കയറിയിട്ട് ഇതൊരു ഹാളാണ്, മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഹാളാണ്. പണിക്ക് നടക്കണുള്ളൂ കേട്ടോ. ഇങ്ങനൊരു ഹാളാണ് ഇത് മൊത്തം. ഇവിടെ റൂം വരുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാലേ, നമുക്കിനി പെരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാമല്ലോ. ഇതാണ് റൂം വരുന്നത് കേട്ടോ. റാക്കാളൊന്നും കൊടുത്തിട്ടില്ല. റാക്കാളൊക്കെ ആയാലേ എൻ്റെ അമ്മക്ക് സ്വഭാവമുണ്ട്, മേലെ എല്ലാ സാധനം ഇങ്ങനെ കുത്തി അറച്ച് വെക്കും. അതുകൊണ്ട് റാക്ക് ഒഴിവാക്കിയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ വേറെ റൂം വരുന്നത്. ഇതിനും തന്നെ റാക്കും കാര്യങ്ങളൊന്നും ഇല്ല. റാക്ക് ഏതിനും കൊടുത്തിട്ടില്ല. റാക്കിനാണെങ്കിൽ എന്താ പറയുക, എക്സ്ട്രാ ചിലവുണ്ട്, അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടില്ല. ഇത് പിന്നെ എന്താ പറയുക, ഹാളിൻ്റെ തന്നെ ഇതിങ്ങനെ ഒരു ഹാളാണ് വരുന്നത് കേട്ടോ. ഓപ്പൺ ആയി കണ്ട ഒരു ഹാള്. ഇതാണ് കിച്ചൺ വരുന്നത്. ഇവിടെ കുറച്ച് അടുപ്പ് കാര്യങ്ങളൊക്കെ വരിക. ഇതാണ് ഈ സ്റ്റോർ റൂം. ഇതിങ്ങനെ ബാക്ക് കുറച്ചുകൂടി സ്ഥലമുണ്ട്. അവർക്ക് ഇങ്ങനെ കെട്ടിക്കാണ്ട് ഇത് പൊന്തിക്കൊക്കെ വേണം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ഹായ് പറ. ഇതിൻ്റെ മാമൻ്റെ കുട്ടിയാട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് എടുക്കാം. ഇതാണ് ഇവൻ്റെ പെര. പിന്നെ ഇതാണ് നമ്മളെ പുറത്തുനിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ. 2 നിലയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ 2 നില എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ പറയുക, ഒരു റൂം ഡബിൾ ഹൈറ്റ് ആണ്. പിന്നെ ഡൈനിങ് ഹാൾ മൊത്തം ഡബിൾ ഹൈറ്റ് ആണ്. അതൊക്കെ പൊട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടല്ലോ, അതിൻ്റെ റൂം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂം വരുന്നത് കേട്ടോ. എന്താ പറയുക, ഇതാണ് റൂം വരുന്നത്. ഇതാണ് ഡബിൾ ഹൈറ്റ് വരുന്നത്, മനസ്സിലായോ? ഇവിടുന്ന് മേലിൽ നിന്ന് ഒരു ഡോറുണ്ട്. നമുക്ക് ഈ ഒരു
എന്താ പറയുക റാക്ക് പോലുള്ള സംഭവം അങ്ങോട്ട് ഫുഡ് പാത്താക്കി യൂസ് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ നമുക്ക് ആ ഒരു കസ്റ്റം ചെയ്ത് കൊണ്ടുള്ളൊരു കോണി കൊടുക്കുക, കസ്റ്റം ലാഡർ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് മേലേക്ക് കയറാം കേട്ടോ. ഇജ് മേലക്കുണ്ടോ? എന്നാ കൈ കൊണ്ടോ. എന്നാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. ഇവിടെയാണ് ഇതൊരു 2ാം നില എത്തിയിട്ടില്ല, പക്ഷെ ഇതിന്റെ നമ്മളെ റൂമിക്ക് നമ്മൾ ഇതിലൂടെ പോവും. എന്റെ കൈയാട്ടിക്ക. ഇവിടെ ഗ്ലാസ് എന്തെങ്കിലും കൊടുക്കാനുള്ള പ്ലാനാട്ടോ. ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ട് നല്ല വ്യൂ ഉള്ള സ്ഥലം ഉണ്ടോ, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ ഗ്ലാസ് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോണ്ടിട്ടാ. ഇതാണിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇത് 2 നിലയല്ല, മേലെ 2 റൂമും കൂടി ഉണ്ട്. അതിനൊരു ഏണിയും കൂടി കയറി പോകണം. അപ്പോൾ ഇതാണ് പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഫുഡ് റെസ്റ്റ്. ഇവിടെയൊക്കെ ഹാൻഡ് റെയിൽ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അവിടുന്ന് ഇങ്ങനെ ഈ താഴത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങും ഹാൻഡ് റെയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഞാൻ പിടിച്ചു. ഇങ്ങനെ ഹാൻഡ് റെയിൽ ഇങ്ങനെ മേലെ വരെ ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. ഇവിടെയാണ് ഇത് സംഭവം 2 നില ആണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഒറ്റ ഹാളായിട്ട് ഇനി തന്നെ ഇവിടെയൊക്കെ മൊത്തത്തിൽ ജിപ്സം വർക്ക് ചെയ്ത് കണ്ടേ ഒരൊറ്റ സീലിംഗ് ഉള്ള പോലെ ആക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് താഴത്ത് ഇവിടെ ബാത്റൂം ഉണ്ട് ഉണ്ടോ. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇതന്നെ ഇതൊരു മൂലക്ക് ഉമ്മാക്ക് ഈ ഒരു മൂലക്ക് നിന്നാൽ വരെ മൊത്തം കാണാം. എല്ലാ റൂമിൻ്റെ വാതിലും കാണാം അല്ലേ നൈസപ്പാ? നമ്മൾ വെള്ളം കാണാൻ പോവാ. ഒരു പെൻഡഗൺ ഷേപ്പിൽ ആക്കിയാണ്ട് ആ ഒരു ചെരിച്ചാണ്ടുള്ളതാക്കിയിട്ടേ ചെറിയൊരു ഇത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ ആക്കി യൂസ് ചെയ്യാം. അതായത് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടുള്ള ചെറിയ റൂമാണ്. ഒരു കിടക്കാനുള്ള സ്പേസ് ഉണ്ട് വെച്ചാൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് മേലത്തെ സിറ്റ് ഔട്ടായി വരുന്നു കേട്ടോ. ഇത് വേറെ റൂം, ഇത് വേറെ റൂം. ഇതാണ് റൂം വരുന്നത്. ഇനി ഇതിന്റെ ഈ 2 റൂമില്ല, ഇപ്പൊ താഴത്തെ ആ ഒരു റൂമും ഈ റൂമിന്റെയും വാർപ്പ് നാളെ മുതൽ നടക്കുകയാണ് കേട്ടോ. അപ്പോ എന്താ പറയാ അപ്പൊ ഒരു വീഡിയോ ഈ വീഡിയോ എന്നല്ല, ഇനിയിപ്പോ പേരൊക്കെ റെഡി ആയാലേ വീഡിയോ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ, മെമ്മറീസിന് എടുത്തേക്കാലോ. കാരണം ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ തുടങ്ങിയതിന്റെ ശേഷം ഇങ്ങനെ ആലോചിക്കുക കുറേ സംഭവങ്ങൾ മൊമെന്റ്സ് കഴിഞ്ഞു പോയതൊന്നേ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ മണ്ടത്തരായിപ്പോയി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഗോപ്രോ ഉണ്ട്, 4K 5K വരെ സപ്പോർട്ട് ചെയ്യുന്ന ഗോപ്രോ ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ മൊമെന്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാണ്ട് ഇങ്ങനെ എടുത്തേക്കാൻ പറ്റുന്നില്ല. ഇത് പൂച്ചനെ പിടിച്ചാൽ പോവാ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ. അല്ലാണ്ട് ഇതൊന്ന് കണ്ടന്റ് പറയാൻ ഇതന്നെ വെറുതെ ഫാമിലി സ്പേസിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും കാണിച്ചു തരാണ്ടോ നോക്കട്ടെ, എന്നിട്ട് മൈൻഡ് അപ്പ് ചെയ്യാം. ബാ ഇവിടുന്നാണ് നമ്മളെ ഫ്രണ്ട് വ്യൂ വരുന്നത് അല്ലേ ഇതിപ്പോൾ വണ്ടി എടുക്കേ. നമ്മളെ ഫ്രണ്ട് വ്യൂ. ഇതൊരു കുഞ്ഞാമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ? എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഇത് ചെറിയ വീടല്ലേ, ഇവിടെ അഫൈറ്റ്മെന്റ് ഉണ്ടാവൂല, പാമ്പുകൾ ഉണ്ടാവൂല, കൊട ഉണ്ടാവൂല, പാമ്പുകൾ ഇതൊക്കെ ഉണ്ടാവും അവിടെ. ബാജുവാ എന്തിനാ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കണ് വെയിലത്ത്? അവിടെ അകത്തറിയിക്കോ. ബാ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇതാണ് നമ്മളെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഇജ്ജ് ചെരുപ്പിട്ട് വന്നാല് എന്നാ ഞാൻ എടുക്കാം. ഞങ്ങൾ അതാ അപ്പ തുമ്മണു ഇതിൽ കാണണ്ട തന്നെ. അബ്ബ വിളിച്ചേക്കെ. അപ്പൊ ഇതാണ് നമ്മളെ വീടില്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു കൊടുക്ക്. എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഇതാണ് നമ്മളെ വ്യൂ. പറഞ്ഞിച്ച് കാണലുണ്ടോ ഇവിടെ മയില്? ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് വരുന്നത്. ഇതാണ് എന്റെ മേമന്റെ പെര. ഇതൊക്കെ ഇനി പണി ഇനിയും ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതൊക്കെ നമ്മളെ മാമൻ്റെ സ്ഥലമാണ്. ഇത് മാമൻ്റെ കാറ്, ആപ്പാൻ്റെ കാറ് അല്ലേ? അപ്പാൻ്റെ കാറല്ലേ ഇത്? അതെ, ഇതിൻ്റെ അമ്മേൻ്റെ പേര അല്ലേ? ബാവാക്കോടെ പോയി എവിടേക്ക്? താത്തമ്മേ അമ്മമ്മേ കൊണ്ടുപോകാൻ മമ്മി താത്തമ്മക്കോടെ? ഇത് താത്തമ്മേൻ്റെ പേരല്ലേ ഇത്? താട്ടിപ്പാൻ്റെ വീട്ടിക്കാ? ആ താട്ടിപ്പാൻ്റെ വീട്ടിക്ക് പോയി. അവിടെ കണ്ടു ഇജാണ്ട് പോക്കുണ്ടോ? ഞാൻ പോയിക്കൊണ്ടു. ഞാൻ എന്നാലും പെരി പോയിട്ട് വരാം. ഇജ്ജ് ചായ കുടിച്ചോ? ഞാൻ എന്നാ ചായ കുടിച്ചോട്ടെ, എനിക്ക് ചായ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പേരിൽ നിന്ന് കുടിച്ചാൽ മതിന്നാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇതൊരു മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പെരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഒന്നും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ഫാമിലീൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അതുപോലെ കുറേ എന്താ പറയുക, ഞാൻ ട്രാവലൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.